രവി രവി നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? നീ എങ്ങോട്ടാടി വന്ന്? ആ രവീനെ തപ്പി ഇറങ്ങിയതാണോ? അവൻ നിനക്ക് കാണിക്കുന്ന സ്ഥലങ്ങളെക്കാളും ഇവന്മാർ നിനക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണിച്ചു തരും. നിനക്ക് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം ഞാൻ കാണിച്ചു തരാം. നീ ഞങ്ങളുടെ അല്ലേ പൊന്നെ? എന്തോന്നടേ പൊന്നെ എന്നൊക്കെ പറയുന്നത്? വാന്ന് പറഞ്ഞ അങ്ങ് വരണം. ഇപ്പൊ ഇങ്ങനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോ അന്ന് എവിടെ പോയി നിന്റെ പേടിയൊക്കെ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അന്ന് ഞങ്ങളെ അപമാനിച്ചില്ലേ? ഇന്ന് നീയാണ്. നന്നായിട്ട് ഒച്ചവെക്ക്. ഹീറോ വരുന്നുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ സംസാരിച്ചു തന്നെ സമയം പാഴാക്കാണല്ലോ. നിങ്ങളോട് അപേക്ഷിക്കാണ്, എന്നെ ഒന്നും ചെയ്യരുത്. ഓ, ഞങ്ങളും നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ മോളെ. വാ കെട്ടിപ്പിടിക്ക്. ആ വന്ന് കെട്ടിപ്പിടിച്ചോ. ഞങ്ങൾ എത്ര കാലമായിട്ടാണ് റേപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്ന് ചെയ്തൂടെ? എന്താടി കിടങ്ങില്ലേ? ഇങ്ങ് വാ. ഒച്ചയെടുക്കല്ലേ? ഒച്ചയെടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്നേ. ഓടിക്കരുതെന്ന്. ഇങ്ങനെ ഓടിയല്ല. എവിടെ പോണോ അവള്? നീ അങ്ങോട്ട് പോ. നീ അങ്ങോട്ട് പോ. വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ. ഇത് തന്നെ ഇവന്മാർക്കൊക്കെ. ഇവള് നമ്മളെ കുറിച്ച് നാട്ടിലെങ്ങനെ പറഞ്ഞു കൊടുത്താലോ? അതിനെന്തിനു നമ്മൾ അനുവദിക്കണം? അതിനു മുമ്പ് നമുക്ക് തന്നെ പോയി പറഞ്ഞാലെന്താ? എന്തെന്ന് പറയുന്നത്? ആദ്യം ഇവളുടെ സാരി എടുത്തോ, അത് പോകുന്ന വഴിക്ക് കത്തിച്ചേക്ക്. എന്നിട്ട് പോകുന്ന വഴിയിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. എന്തിനാടാ ഒരാവശ്യമില്ലാതെ തുപ്പുന്നത്? കൊളുത്ത് കൊളുത്ത്. രവി ചേട്ടോയ് ഒന്ന് പുറത്തേക്ക് വരണേ. തള്ളേ. പുറത്തേക്ക് വാ. വരുന്നു. ചേട്ടാ പുറത്തേക്ക് വാ. ഒന്ന് പുറത്ത് വരുമോ? പെട്ടെന്ന് കതവ് തുറക്ക്. വരുന്ന ഇവിടെ നടക്കുന്നൊന്നും നീ കാണുന്നില്ലേ? ഉറങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് എല്ലാരും വാ, പുറത്തേക്ക് ഇറങ്ങാം. എന്ത് പ്രശ്നമാണ് അവിടെ നടന്ന? ഈ സമയത്ത് ഉറക്കം കെടുക്കാനായി വന്നിരിക്കുന്നത്. ആ അമ്മച്ചിയുടെ മകള് ടീച്ചറുണ്ടല്ലോ, അവളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിലത്തെ പെൺകുട്ടി അങ്ങനെ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? നാട്ടിനകത്ത് അവളുടെ ഒരു കിന്നാരം പറച്ചില്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്? വേണമെങ്കിൽ കൂടെ വന്നാൽ മനസ്സിലാക്കാം. അവള് വീട്ടിലില്ലെങ്കിൽ വിശ്വസിക്ക്. എന്താണെന്ന് അറിയാമല്ലോ. അമ്മച്ചി ഒന്ന് പുറത്തു വരുമോ? എന്താ ചെയ്യുന്നേ? പുറത്തേക്ക് വാന്നേ. എന്തിനാ ഈ സമയത്ത് ഒന്ന് വിളിക്കുന്നത്? അമ്മച്ചി നിങ്ങളുടെ മകളൊന്ന് പുറത്തു വരാൻ പറഞ്ഞേ. അനുഷേ പുറത്തേക്ക് ഇറങ്ങി വാടിയൊന്ന്. എന്തൊരു പെണ്ണാ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ല പെണ്ണ്. ഞങ്ങൾക്കറിയാം, അവൾ ഇവിടെ ഇല്ല, കാട്ടിലാ ഉള്ളത്.
എന്താ നീ പറയുന്നേ? ഈ സമയത്ത് എന്തിനാ അവള് കാട്ടിലേക്ക് പോകുന്നത്? അമ്മച്ചി, അവള് കാട്ടിനകത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിന്റെ പേര് നശിപ്പിക്കാനാണോ അവളെ പ്രസവിച്ചത് നിങ്ങൾ? ആ പുതിയതായിട്ട് വന്ന മാഷിനോടാണ് അവളുടെ കിന്നാരം പറച്ചില്. ഇതിപ്പോ പതിവായിരിക്കുക. അത് മാത്രല്ല, ഞങ്ങള് നേരത്തെ കണ്ടാവന്നേ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ തന്നെ തല്ലാൻ വന്നെന്ന്. കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാ, നിങ്ങൾ അതൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ തല്ലാൻ വന്നെന്നേ. നമ്മുടെ നാട്ടിന്റെ പെരുമയൊക്കെ ഈ പെണ്ണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങള് പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും സാരമില്ല, ഞങ്ങളുടെ കൂടെ കാട്ടിൽ വന്ന നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. എന്നാ ഞങ്ങൾ പോയി നോക്കാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവളെ എങ്ങനെ കത്തിച്ചു കളയാം. അമ്മച്ചി, നീയും ഞങ്ങളുടെ കൂടെ വാ. നിങ്ങളുടെ മകൾ എന്താ ചെയ്യുന്ന ഒന്ന് കാണ്. പെണ്ണുങ്ങളെ ഉള്ളത് കൊണ്ടാണ് രവി, 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 രവി. അനു, 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 നിന്നെ ആരെങ്ങനെ ചെയ്ത? അനു പറ, അനു, അനു പറ, അനു, അനു, അനു. നീ ഒന്നും കൊണ്ട് പേടിക്കരുത് അനു. നീ ഇതിനെ കുറിച്ച് ആരെടുത്തും പറയണ്ട. അവന്മാര് ജനങ്ങളോട് നിന്നെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു. ഇപ്പൊ എല്ലാരും നിന്നെ തേടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കണം അനു. വാ അനു. നോക്കിയാനു, ഞാൻ ഉള്ളവർക്ക് നിനക്കൊന്നും ആവില്ല. അവസാനം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവാനും. രവി, നീ വരണ്ട രവി. എന്നെ വെച്ചിട്ട് നീ പൊക്കോ. ആ ബാബയ്ക്ക് ഒരുപാട് മാന്ത്രിക ശക്തിയുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ അവനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിന്നെ വിട്ട് ഇവിടുന്ന് പോവില്ലാനും. രവി, നീ ഇവിടുന്ന് പോ. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ലാനും. രവി, 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 കണ്ണ് തുറക്ക്, കണ്ണ് തുറക്ക് രവി. നടന്നു വരൂ. പെട്ടെന്ന് നടക്ക്. നീ അങ്ങോട്ട് പോ. ശരി, നീ ഇങ്ങോട്ട് വാ. അവരിവിടെ എവിടെങ്കിലും ആയിരിക്കും. നിങ്ങൾ അവിടെ പോയി നോക്ക്. വാടാ വാടാ വാടാ. എല്ലാവരും അവൾ ഇവിടെ തന്നെയുണ്ട്. എന്നെ വിട്. ഇവര് മൂന്ന് പേരും വിശ്വസിക്കരുത്. ഇവര് മൂന്ന് പേരും കണ്ടില്ലേ നിങ്ങളെല്ലാരും? ഇവളെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് നിന്റെ സാരി? സാരി എവിടെന്നാ? അഴിച്ചു കളഞ്ഞു കാണും. അവന്റെ കൂടെ അല്ലേ നീ പോയത്? കണ്ടില്ലേ എല്ലാരും? കല്യാണത്തിന് മുമ്പ് തന്നെ അവളിങ്ങനെ ചെയ്തു. നമ്മുടെ നാടിനെ അപമാനിച്ചവളാണ് അവൾ. അവളെ കൊല്ലണം. എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മുത്തശ്ശി, എന്നെ വിശ്വസിക്കണം. നീ ഒരു പെണ്ണാണോ? എന്നെ ഒഴിച്ചുള്ള കത്തിക്കണം. അനു, അനു, അനു. തീപ്പെട്ടി എടുക്ക്. വേഗം തന്നെ കത്തിക്ക്. വേണ്ട, 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 വേണ്ട. നീ ഒന്നും ചെയ്തില്ലല്ലേ? വേണ്ട, വിട്ടേക്ക് അവളെ. വേണ്ട, അവളെ വിട്ടേക്ക്. അവളെ വിട്ടേക്കടാ. എല്ലാരും ചേർന്ന് നമ്മളെ ജീവനോടെ എന്നെ
ആകാശ് ദിയനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. സർ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ആത്മാവിടുന്നൊന്നും പറഞ്ഞു വിടും സർ. ദിയ അനുഭവിക്കുന്ന വേദന എനിക്ക് കാണാൻ കഴിയുന്നില്ല സർ. ആ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദിയയുടെ അകത്തുള്ള അന്വേഷണ ഒരു ലക്ഷ്യമുണ്ട്. ആദ്യം നമ്മൾ രവിനെ കണ്ടുപിടിക്കണം. രവി എവിടെ പോയി, ആ അമ്മ എവിടെ പോയി എന്നുള്ള അറിഞ്ഞിരിക്കണം. അനുഷയുടെ മുത്തശ്ശി ആ പെൺകൊച്ചു മരിച്ചതിന് ശേഷം ആ വേദനയിൽ അവരും പോയി. പക്ഷെ ആ രവി അവൻ എവിടെയാണ്, എന്തു ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല സർ. പക്ഷെ എന്തായാലും അവൻ ആ കാട്ടിനകത്ത് തന്നെ ഉണ്ടാവും സർ. ആ കാട് അത് എവിടെയാണ്? ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് സർ. വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. നമ്മൾ നാളെ രാവിലെ തന്നെ രവിനെ കാണാനുള്ള ഏർപ്പാട് ചെയ്യണം. തീർച്ചയായും സർ. ആദ്യം ഞാൻ അവിടം വരെ പോയി വിവരങ്ങൾക്ക് അന്വേഷിക്കാം സർ. ഓ, എന്റെ ദൈവമേ,